ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. സങ്കീർത്തനം 7-ാമത്തെ സങ്കീർത്തനം 1-ാമത്തെ വാക്യമാണ് കഴിഞ്ഞ കുറേ അവസരങ്ങളായി നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. ദാവീദിൻ്റെ ഹൃദയം പൊട്ടിയുള്ള പ്രാർത്ഥന, ദാവീദിൻ്റെ ഹൃദയം തകർന്നുള്ള പ്രാർത്ഥന. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. പാപം വേട്ടയാടുന്നു, ശാപങ്ങൾ വേട്ടയാടുന്നു, ദുരിതങ്ങൾ വേട്ടയാടുന്നു, ആപത്തുകൾ വേട്ടയാടുന്നു, ശത്രുക്കൾ വേട്ടയാടുന്നു, ജീവിതത്തിലെ യാതനകളും വേദനകളും വേട്ടയാടുന്നു. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. സംഖ്യാപുസ്തകം 32-ാം അധ്യായം 23-ാം വാക്യം നാം കണ്ടു. നിങ്ങളുടെ പാപത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. ആസ് യു സോ യു റീപ്. നിങ്ങൾ വിതയ്ക്കുന്നത് കൊയ്യും. ഗലാത്യലേഖനം 6-ാം അധ്യായം 7-ാം വാക്യം. നിങ്ങളുടെ പാപത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. നിശ്ചയമായി നിന്റെ പാപം നിന്നെ കണ്ടെത്തും. ആസ് യു സോ യു റീപ്. നീ വിതയ്ക്കുന്നത് കൊയ്യും. വിതച്ചാൽ അത് തന്നെ കൊയ്യും. വിതച്ചാൽ അതിലേറെ കൊയ്യും. വിതച്ചാൽ പല നാളുകൾക്ക് ശേഷം കൊയ്യും. എങ്ങനെയെല്ലാമാണ് പാപം നമ്മെ കണ്ടുപിടിക്കുന്നത്? ഒന്ന്, ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ബൈ ഹ്യൂമൻ ലോസ്. മാനുഷിക നിയമങ്ങളാൽ പാപം നമ്മെ കണ്ടുപിടിക്കും. നാം ചെയ്യുന്ന തെറ്റിന് മനുഷ്യൻ തന്നെ നമുക്ക് ശിക്ഷ തരും. ശിക്ഷാ വ്യവസ്ഥിതികളുണ്ട്, ശിക്ഷാ നിയമങ്ങളുണ്ട്, അഴിമതി നിരോധന വകുപ്പുകളുണ്ട്. ഈ ലോകത്ത് മനുഷ്യൻ ചെയ്യുന്ന തെറ്റിന് ലോകത്തിൽ നിന്ന് തന്നെ ഭൗതികമായി തന്നെ ശിക്ഷകൾ നേരിടേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. 2, ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ഇൻ യുവർ ബോഡി. നിന്റെ ശരീരത്തിൽ പാപം നിന്നെ കണ്ടെത്തും. പാപം മൂലം ശരീരത്തിൽ രോഗമുണ്ടാകും. പാപത്തിൻ്റെ പരിണിത ഫലമായി രോഗം സംഭവിക്കും, രോഗമുണ്ടാകും. ശരീരത്തിലെ രോഗത്തിന് പലതിനും ആദികാരണം പാപമാണ്. എല്ലാം അങ്ങനെയാണെന്നല്ല, എന്നാൽ പല രോഗങ്ങളുടെയും മൂലകാരണം പാപമാണ്. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ഇൻ യുവർ ബോഡി. ശരീരത്തിൽ പാപം മൂലം രോഗമുണ്ടാകും. 3-ാമത്തേത്, ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ഇൻ യുവർ കോൺഷ്യൻസ്. മനസാക്ഷിയിൽ പാപം നമ്മെ കണ്ടെത്തും. മാനസിക വൈകൃതങ്ങൾ ഉളവാക്കും പാപം മൂലം. മാനസിക വൈകല്യങ്ങളുണ്ടാകും പാപം മൂലം. മാനസികമായ വിഭ്രാന്തികൾ ഉണ്ടാകും പാപം മൂലം. മനസ്സിൻ്റെ സമനില തെറ്റിപ്പോകുന്ന അനുഭവങ്ങൾ പോലും ഉണ്ടാകും പാപം മൂലം. പാപം മാനസികമായി മനസാക്ഷിയിൽ നമ്മെ കണ്ടെത്തും. 4, ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ഇൻ ഫ്യൂച്ചർ ജനറേഷൻസ്. ഭാവികാല തലമുറകളിൽ പാപം നമ്മെ കണ്ടെത്തും. നാം ചെയ്യുന്ന പാപത്തിന് നാം മാത്രമല്ല ശിക്ഷ അനുഭവിക്കുന്നത്, മക്കളും മക്കളുടെ മക്കളും സന്തതി പരമ്പരകളും ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ഇൻ ഫ്യൂച്ചർ ജനറേഷൻസ്. ഭാവി തലമുറകളിൽ പാപം നമ്മെ കണ്ടെത്തും. നമ്മുടെ തെറ്റിന് നമുക്ക് ശേഷം വരുംകാല തലമുറകൾ, മക്കളും മക്കളുടെ മക്കളും പാപത്തിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. തിരുവചനം അങ്ങനെ പറയുന്നു. എന്നാൽ ഇതിനെല്ലാറ്റിനും ഉപരിയായി ഇതിൽ നിന്നെല്ലാം നീക്കുപോക്കുകൾ വന്നാൽ തന്നെയും പാപം മരണത്തിന് ശേഷവും നമ്മുടെ പിറകെ വരും. ഈ ഭൂമിയിൽ വെച്ച് പാപം ക്ഷമിക്കപ്പെട്ടില്ലെങ്കിൽ, ശരീരത്തിലിരിക്കുമ്പോൾ പാപം മോചിക്കപ്പെട്ടില്ലെങ്കിൽ, ശരീരത്തിലിരിക്കുമ്പോൾ പാപമോചനം നാം പ്രാപിച്ചില്ലെങ്കിൽ, പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പാപക്ഷമ നാം പ്രാപിച്ചില്ലെങ്കിൽ, ശരീരം വിട്ടതിന് ശേഷവും പാപം നമ്മുടെ പിറകെ വരും. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ഇൻ ഇറ്റേണിറ്റി. നിത്യതയിൽ പാപം നമ്മെ കണ്ടെത്തും. ഒരു നിത്യതയുണ്ട്. നിത്യത അതൊരു യാഥാർത്ഥ്യമാണ്. നിത്യതയിൽ പാപം നമ്മുടെ പിറകെ വരും. ശവക്കുഴിയോടുകൂടെ അല്ല, മരണത്തോടുകൂടെ എല്ലാം നമ്മിൽ നിന്ന് മാറും. ഭൗതികമായി ഇവിടെ നാം നേടിയതെല്ലാം നമ്മിൽ നിന്ന് വിട്ടുമാറും. നമ്മുടെ പണം മാറും, നമ്മുടെ സഹോദരങ്ങൾ മാറും, നമ്മുടെ ബന്ധുമിത്രാദികൾ മാറും, നമ്മുടെ വീട് മാറും, നമ്മുടെ ചുറ്റുപാടുകൾ മാറും. എല്ലാം ശവക്കുഴിയിൽ തീരും, മരണത്തോടെ തീരും. ഒന്നും നമ്മുടെ പിറകെ വരുന്നില്ല. ബാങ്ക് ബാലൻസ് കൂടെ വരുന്നില്ല.
ബന്ധുമിത്രാദികൾ കൂടെ വരുന്നില്ല, പ്രിയപ്പെട്ട ഭാര്യയോ പ്രിയപ്പെട്ട ഭർത്താവോ കൂടെ വരുന്നില്ല, മക്കളോ മക്കളുടെ മക്കളോ നമ്മുടെ പിറകെ വരുന്നില്ല. മരണത്തിൻ്റെ അതിർത്തിയിൽ വെച്ച് എല്ലാം പിരിഞ്ഞു പോകും. എന്നാൽ പ്രിയപ്പെട്ടവരെ, മരണത്തിന് ശേഷവും നമ്മുടെ പിറകെ വരും നമ്മുടെ പാപം. ക്ഷമിക്കപ്പെടാത്ത പാപം നമ്മുടെ പിറകെ വരും. പാപം നമ്മെ വേട്ടയാടി നിത്യതയിൽ നമ്മെ പിടികൂടും. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ഇൻ ഇറ്റേണിറ്റി. കഴിഞ്ഞ പ്രാവശ്യം നാം അതിനെക്കുറിച്ച് ചിന്തിച്ചതാണ്. നിത്യതയിൽ പാപം നമ്മെ കണ്ടെത്തുന്നതിനെക്കുറിച്ച്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കർത്താവ് വളരെ ഹൃദയസ്പർശിയായ ഒരു ഉപമ പറയുന്നത് നമുക്ക് കാണാം. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തന് അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ 5 താലന്ത് സമ്പാദിച്ചു. അങ്ങനെ തന്നെ 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 നേടി. 1 ലഭിച്ചവനോ പോയി നിലത്ത് ഒരു കുഴി കുഴിച്ചു, യജമാനന്റെ ദ്രവ്യം മറച്ചു വെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. വളരെ കാലം കഴിഞ്ഞ ശേഷം ദാസന്മാരുടെ യജമാനൻ മടങ്ങി വന്നു. ദാസന്മാരുടെ യജമാനൻ മടങ്ങി വന്ന് തൻ്റെ ദാസന്മാരെ വിളിച്ച് അവരുമായി കണക്ക് തീർത്തു. അവരുമായി കണക്ക് തീർക്കുന്ന ഒരു ദിവസമുണ്ട്. ഈ ഭൂമിയിൽ നിന്ന് നാം കടന്നുപോയതിനു ശേഷം നിത്യരാജാധിരാജനായ ക്രിസ്തു എഴുന്നള്ളി വന്ന് അവിടുന്ന് ന്യായാസനത്തിൽ ഇരുന്ന് കണക്ക് നോക്കുന്ന ഒരു ദിവസമുണ്ട്. പിതാക്കന്മാർ പ്രാർത്ഥിച്ചു, പാപികളോട് കരുണ ചെയ്യുന്നവനായ കർത്താവേ, നിൻ ന്യായവിസ്താര ദിവസത്തിൽ പാപികളായി ഞങ്ങളോട് കരുണ തോന്നണമേ. ന്യായവിസ്താര ദിവസമുണ്ട് എന്ന് പൂർവ്വപിതാക്കന്മാർക്ക് വിശ്വാസമുണ്ടായിരുന്നു. ന്യായവിധിയുടെ ഒരു ദിവസം വരുന്നുണ്ട് എന്ന് പുണ്യവാന്മാരായ പരിശുദ്ധ പിതാക്കന്മാർ അറിഞ്ഞിരുന്നു, വിശ്വസിച്ചിരുന്നു. അത് ജീവിതത്തിൽ ലയിച്ച് ചേർന്നിരുന്നു. അതുകൊണ്ടത്രേ പ്രാർത്ഥിപ്പാൻ പിതാക്കന്മാർ ഉദ്ബോധിപ്പിച്ചത്, പാപികളോട് കരുണ ചെയ്യുന്നതിനായ കർത്താവേ, നിന്റെ ന്യായവിസ്താര ദിവസത്തിൽ പാപികളായി ഞങ്ങളോട് കരുണ തോന്നണമേ. പിതാക്കന്മാര് ഇങ്ങനെ പ്രാർത്ഥിച്ചു. നാമും പ്രാർത്ഥിക്കുന്നു, പാട്ടായിട്ട്, ഗീതമായിട്ട്, ഗാനമായിട്ട്. ന്യായാധിപതേ അങ്ങേക്കരിശോ ചേർത്ത കടത്ത എന്തല താഴ്ത്തരുതേ വിധികേ. മോചനയോഗ്യതയില്ലെങ്കിലുമെന്നിലിരിക്കും നിൻ തിരുമെയ്യും രക്തവും ഓർത്തെന്മേൽ കൃപ ചെയ്യുക. നിൻ സ്നേഹശ്രീബ ഞാൻ കൂപ്പി പിഴപോക്കി നിന്മേരുതിരങ്ങൾ ഹിതമൊടു കരുണാമയനീശോ മമ നൽകുകമുക്തി. കരുണാമയനായ യേശുവേ, എനിക്ക് മോചനം തരണമേ. മമ മുക്തി നൽകുക, എനിക്ക് മോചനം നൽകണമേ. കരുണാമയനായ യേശുവേ, ഞാൻ ലജ്ജിച്ച് തലതാഴ്ത്തി നിൽക്കേണ്ടി വരുമല്ലോ. ന്യായാധിപതികളുടെ ന്യായാധിപതിയായ കർത്താവേ, നിന്റെ ന്യായവിസ്താര ദിവസത്തിൽ നിന്റെ സ്വർഗീയ ന്യായാസനത്തിന് മുൻപാകെ ഞാൻ വരുമ്പോൾ എൻ്റെ പാപം മൂലം ഞാൻ ലജ്ജിച്ച് തലതാഴ്ത്തി ഞാൻ നിൽക്കേണ്ടി വരുമല്ലോ. ആ ദൗർഭാഗ്യം എനിക്ക് വരരുതേ. ഇവിടെ വെച്ച് എനിക്ക് മോചനം തരണമേ. ഇവിടെ വെച്ച് ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ കർത്താവേ, എനിക്ക് സുബോധമുള്ളപ്പോൾ തന്നെ, എനിക്ക് ഓർമ്മയുള്ളപ്പോൾ തന്നെ, ഇപ്പോൾ ഈ പാവം ഏറ്റു പറയാൻ എനിക്ക് ആരോഗ്യമുള്ളപ്പോൾ തന്നെ, സുബോധമുള്ളപ്പോൾ തന്നെ, നാഥ എനിക്ക് മോചനം തരണമേ. നിന്റെ ക്രൂശിൽ ചൊരിഞ്ഞ തിരുരക്തത്താലും കർത്താവേ, എനിക്ക് വേണ്ടി മുറിഞ്ഞ തിരുശരീരത്താലും തനുരുധിരങ്ങളാൽ, ശരീരത്താലും രക്തത്താലും തനുരുധിരങ്ങളാൽ എൻ്റെ പാപം പോക്കണമേ. നാഥ, എൻ്റെ പാപം ക്ഷമിക്കണമേ. നിന്റെ തിരുശരീര രക്തങ്ങളാൽ എനിക്ക് പാപത്തിൽ നിന്ന് വിമോചനം തരണമേ. പാപത്തിൽ നിന്ന് മുക്തി തരണമേ. മമ നൽകുക മുക്തി. സഹോദരങ്ങളെ, അർത്ഥവത്താണ് ആ ഗീതം. പിതാക്കന്മാർ അനുഭവിക്കുന്ന യാഥാർത്ഥ്യമാണത്. നാം ഓരോരുത്തരും ഒരു ദിവസം കണക്ക് തീർക്കുന്ന ന്യായാധിപതിയുടെ മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടി വരും. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്നു, അവരുമായി കണക്ക് തീർത്തു. എൻ്റെ ദൈവമേ, ആ ദിവസം നാം ആരും
ലജ്ജിതരാകാൻ ഇടവരരുത്. നാം ഓരോരുത്തരും ശരീരം വിട്ട് നിത്യതയിലേക്ക് മാറ്റപ്പെട്ടു. ശരീരം വിട്ട് നിത്യതയിലേക്ക് നാം ചെന്നു. സഹോദരങ്ങളെ, അന്ന് അവിടെ ന്യായാധിപതിയുടെ മുൻപിൽ ചെല്ലുമ്പോൾ ആബാലവൃദ്ധം സകലമാന മനുഷ്യരും അവിടെ വന്ന് കൂടുന്ന സമയത്ത് അവിടെ ആർക്കും ഒഴികഴിയില്ല. കാരണം ദൈവം മുഖപക്ഷമില്ലാതെ ന്യായം വിധിക്കുന്നവനാണ്. അന്ന് നാം ആരും അവിടെ ന്യായാധിപതിയുടെ ന്യായാസനത്തിന് മുൻപിൽ നാം ലജ്ജിതരാകാൻ ഇടവരരുത്. പോകുവീൻ, നിന്നെ ഞാൻ അറിയുന്നില്ല എന്നുള്ള കഠോര ശബ്ദം നാഥൻ്റെ തിരുമുഖത്ത് നിന്ന് കേൾപ്പാൻ നമുക്കാർക്കും ഇടവരരുത്. പ്രിയപ്പെട്ടവരെ, നാം എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? നാം എന്തിനാണ് നമസ്കരിക്കുന്നത്? നാം എന്തിനാണ് തിരുവചനം ശ്രദ്ധിക്കുന്നത്? നാം എന്തിനാണ് തിരുവചന ശുശ്രൂഷയിൽ പങ്കാളികളാകുന്നത്? നാം എന്തിനാണ് ധ്യാനിക്കുന്നത്? നാം എന്തിനാണ് തിരുവചനം വായിക്കുന്നത്? സഹോദരങ്ങളെ, എന്താണ് ഇതിൻ്റെ എല്ലാ അർത്ഥം? നിങ്ങൾ ഈ വാക്കുകളെ നിങ്ങൾ കേൾക്കുന്നത് അതിനുവേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ആകർഷിച്ചപ്പോൾ നിങ്ങൾക്ക് ഇത് കേൾക്കാൻ തോന്നിയത് എന്തുകൊണ്ടാണ്? പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അഗാധമായ സ്നേഹമുണ്ട്. നാം ആരും നിത്യതയുടെ ശൂന്യതയിലേക്ക് പോകരുത്. നിത്യതയുടെ യാതനയിലേക്ക് പോകരുത്. നിത്യതയുടെ ഭയാനകത്വത്തിലേക്ക് നാം ആരും നിബന്ധിച്ചു പോകരുത്. നിത്യതയുടെ ഘോരമായ അതിഭയങ്കരമായ ശിക്ഷയിലേക്ക് നാം ആരും തള്ളപ്പെട്ടു പോകരുത്. ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. എന്താണ് ന്യായവിധി എന്ന് നമ്മുടെ കരുണയുള്ള കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പറഞ്ഞു. 3:18-19 വാക്യങ്ങൾ നമുക്ക് കാണാം. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. സഹോദരങ്ങളെ, എന്താണ് ന്യായവിധി? വെളിച്ചം ലഭിച്ചു, വചനം ലഭിച്ചു, മുന്നറിയിപ്പുകൾ ലഭിച്ചു, ദൈവികമായ തിരുവചനത്തിൻ്റെ താക്കീതുകൾ ലഭിച്ചു. ദൈവം മുന്നറിയിപ്പുകൾ തന്നു. ആവശ്യമായ മുൻകരുതലിന് വേണ്ടിയുള്ള പ്രബോധനങ്ങൾ ദൈവം തന്നു. വെളിച്ചം ലോകത്തിൽ വന്നു. പക്ഷേ മനുഷ്യർ പിന്നെയും തിന്മ പ്രവർത്തിക്കുന്നു. അവർ വെളിച്ചത്തിലേക്ക് വരുന്നില്ല. നാം വായിക്കുന്നു, ന്യായവിധി എന്നത് എന്താണ്? ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. വെളിച്ചവും ഇരുളുമുണ്ട്, ദൈവവും പിശാചുമുണ്ട്, നിത്യനായ ദൈവവും സാത്താനുമുണ്ട്. സാക്ഷാൽ ക്രിസ്തുവും എതിർ ക്രിസ്തുവുമുണ്ട്. ക്രൈസ്റ്റ് ഉണ്ട്, ആന്റി ക്രൈസ്റ്റ് ഉണ്ട്, ക്രിസ്തു ഉണ്ട്, അന്തി ക്രിസ്തു ഉണ്ട്. പ്രിയപ്പെട്ടവരെ, വെളിച്ചമുണ്ട്, ഇരുളുണ്ട്. വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. സകലരെയും പ്രശോഭിക്കുന്ന പ്രകാശിപ്പിക്കുന്ന വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഈ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യർ പിന്നെയും തിന്മ പ്രവർത്തിക്കാൻ അവരുടെ ജീവിതം വിട്ടുകൊടുക്കുന്നു. മനുഷ്യർ പിന്നെയും പാപത്തിലേക്ക് പോകുന്നു. സാത്താന്റെ ഇംഗിതത്തിന് വഴിപ്പെട്ടു പോകുന്നു. പൈശാചികന്റെ പ്രലോഭനത്തിന് വഴിപ്പെട്ടു പോകുന്നു. സാത്താന്റെ പ്രേരണകൾക്ക് വശംവദരായി പോകുന്നു. വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചു. അതുതന്നെയാണ് ന്യായവിധി. ഇരുളിനെയാണ് സ്നേഹിക്കുന്നത്. പാപത്തെ വെറുക്കണമെന്നറിയാം, പാപത്തെ വെറുക്കണമെന്ന് പ്രബോധനം കിട്ടി. പക്ഷേ പിന്നെയും ഇരുളിനെ സ്നേഹിക്കുകയാണ്. വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിക്കുന്നു. അതത്രേ ന്യായവിധി. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. സഹോദരങ്ങളെ, ന്യായവിധിയെ നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. നാം ഒരു വിശ്വാസിയായാൽ മാത്രം മതി. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ വിശ്വസിക്കുക, ക്രിസ്തു കരുണയാണെന്ന് വിശ്വസിക്കുക, ക്രിസ്തു സ്നേഹമാണെന്ന് വിശ്വസിക്കുക. ദൈവം സ്നേഹം തന്നെ എന്ന്, ഗോഡ് ഈസ് ലവ് എന്ന് വാക്കാൽ പറയുക മാത്രമല്ല, അത് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ഉറഞ്ഞുകൂടിയ അന്തർഗതമായി നമ്മുടെ ജീവിതത്തിൽ ലയിച്ചു നിൽക്കുക. ക്രിസ്തു സ്നേഹമാണ്. സാക്ഷാൽ ദൈവ സ്നേഹമാണ്. മനുഷ്യനെ തിന്മയിലേക്ക് തള്ളി വിടുന്നവനല്ല, തിന്മയിൽ നിന്ന് ഉദ്ധരിക്കുന്നവനാണ്. ആഴമുള്ള കുഴിയിലേക്കും കുഴഞ്ഞ ചേറ്റിലേക്കും മനുഷ്യനെ തള്ളിവിടുന്നവനല്ല ദൈവം. എന്നാൽ ആഴമുള്ള കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും മനുഷ്യനെ ഉദ്ധരിക്കുന്നവനാണ് ദൈവം. മനുഷ്യനെ വീണ്ടെടുക്കുന്നവനാണ് ദൈവം. ദൈവം സ്നേഹമാണ്. ഈ സ്നേഹവാനായ ദൈവത്തെ സംശയിക്കുന്നതാണ് ഏറ്റവും വലിയ ന്യായവിധി. നാം അതാണ് ആ താലന്തുകളുടെ ഉപമയിൽ കാണുന്നത്. 5 താലന്ത് ഒരാൾക്ക് ലഭിച്ചു. അവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് 5 താലന്ത് കൂടി നേടി.
2 താലന്ത് അയാൾക്ക് ലഭിച്ചു. അവനും ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് 2 താലന്ത് കൂടി സമ്പാദിച്ചു. 1 താലന്ത് ഒരാൾക്ക് ലഭിച്ചു. യജമാനൻ അങ്ങനെയാണ് കൊടുത്തത്. കാരണം ആ ഉപമ തുടങ്ങുമ്പോൾ പറയുന്നുണ്ട്, ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തന് അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു. പ്രാപ്തി നിർണയിക്കുന്നത് ദൈവമാണ്. പ്രാപ്തി നിർണയിക്കാൻ കഴിയുന്നത് ദൈവത്തിനാണ്. ഓരോരുത്തർക്കും എത്ര താലന്ത് കൊടുക്കണമെന്ന് ദൈവത്തിനെ അറിയാവൂ. പ്രിയപ്പെട്ടവരെ, ഓരോരുത്തനും അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്തു, യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ 5 താലന്ത് കൂടെ നേടി, 2 താലന്ത് ലഭിച്ചവൻ 2 താലന്ത് കൂടെ നേടി. പക്ഷേ 1 താലന്ത് ലഭിച്ചവൻ അവൻ നിലത്തൊരു കുഴി കുഴിച്ചു, ആ ദ്രവ്യം അവിടെ മറച്ചു വെച്ചു. യജമാനൻ വന്നു. വളരെ കാലം കഴിഞ്ഞ ശേഷം യജമാനൻ വന്നു, അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് ലഭിച്ചവൻ വളരെ സന്തോഷഭരിതനായി പ്രസന്ന വദനനായി അവൻ അടുക്കൽ വന്നു. യജമാനെ, 5 താലന്തല്ലേ അവിടെ നിന്ന് എനിക്ക് തന്നത്, ഞാൻ 5 താലന്ത് കൂടി നേടി കേട്ടോ. നന്ന്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, നിന്നെ ഞാൻ അധികത്തിന് വിചാരകനാക്കുകയാണ്. സന്തോഷമായി. ദൈവം പ്രതിഫലം തരുന്നവനാണ്. ദൈവം തൻ്റെ മക്കളുടെ അധ്വാനം മാനിക്കുന്നവനാണ്. തൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരുടെ കഷ്ടപ്പാടും അധ്വാനവും മാനിക്കുന്നവനാണ്. ദൈവം പ്രതിഫലം തരുന്നവനാണ്. 2 താലന്ത് ലഭിച്ചവൻ വന്നു. യജമാനെ, 2 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 2 താലന്ത് കൂടെ നേടിയിരിക്കുന്നു. അപ്പോഴും യജമാനൻ പറഞ്ഞു, നന്ന്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. അയ്യോ, എന്തൊരു ഭാഗ്യം! യജമാനൻ്റെ സന്തോഷമുണ്ട് നിത്യതയിൽ. യജമാനൻ്റെ സ്വർഗീയ സൗഭാഗ്യമുണ്ട് നിത്യതയിൽ. യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് 5 താലന്ത് ലഭിച്ചവൻ 5 താലന്ത് കൂടി നേടിക്കൊണ്ടുവന്നപ്പോൾ അവനോട് പറഞ്ഞു. 2 താലന്ത് ലഭിച്ചവൻ 2 താലന്ത് കൂടി നേടിക്കൊണ്ടുവന്നപ്പോൾ അവനോട് പറഞ്ഞു, യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. നിത്യത ഏതാണ്? നിത്യജീവൻ എന്ന് പറയുന്ന യജമാനൻ്റെ സന്തോഷം. നിത്യജീവൻ എന്ന് പറയുന്നത് യജമാനൻ്റെ സന്തോഷ സൗഭാഗ്യം. അതാണ് നിത്യസ്വർഗം. യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക, സ്വാഗതം അരുളുകയാണ്. നിത്യസന്തോഷത്തിലേക്ക്, നിത്യസ്വർഗീയ ശാന്തിയിലേക്ക് സ്വാഗതം അരുളുകയാണ്. 1 താലന്ത് ലഭിച്ചവനടുക്ക് വന്നു. 24-ാം വാക്യം അങ്ങനെയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 24-ാം വാക്യം. 1 താലന്ത് ലഭിച്ചവനും അടുക്ക് വന്നു. യജമാനെ, നീ വിതയ്ക്കാത്തയിടത്തുനിന്ന് കൊയ്യുകയും വിതറാത്തയിടത്തുനിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞു. ഭയപ്പെട്ടു. ചെന്ന് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു, നിന്റെ ഇതാ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത്, യജമാനെ, എനിക്ക് നിന്നെ നല്ലപോലെ മനസ്സിലായി. വിതയ്ക്കാതെ കൊയ്യാൻ വരുന്നവനാണ് നീ, വിതറാതെ ചേർക്കാൻ വരുന്നവനാണ് നീ. നീ ഒരു കഠിന മനുഷ്യനാണ്. എല്ലാം ഡിമാൻഡിങ് ആണ് നിനക്ക്. എന്നിൽ നിന്ന് കൂടുതൽ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നവനാണ്. എനിക്കൊന്നല്ലേ തന്നത്, ദാണ്ടേ അത് കയ്യിൽ പിടിച്ചോ, ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, ഒന്നും കളഞ്ഞില്ല, ഒട്ടും കളഞ്ഞില്ല. യജമാനെ, നീ വിതയ്ക്കാത്തയിടന്ന് കൊയ്യുകയും വിതറാത്തയിടന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ നിന്നെ ഭയപ്പെട്ടു. അതുകൊണ്ട് ഞാൻ നീ തന്ന ദ്രവ്യം മറച്ചു വെച്ചു, നിന്റെ ഇതാ എടുത്തുകൊള്ളുക. യജമാനൻ്റെ ഉള്ളം അതിദുഃഖിതമായി. കാരണം അവൻ്റെ നിത്യ യാതന ഇതാ അവനെ പിടികൂടാൻ പോകുന്നെന്ന് യജമാനൻ കണ്ടു. യജമാനെ അവൻ തിരിച്ചറിഞ്ഞില്ല. യജമാനെ കഠിന മനുഷ്യനായിട്ടാണ് കണ്ടത്. ഒന്ന് കൊടുത്തിട്ട് അത് കൂടുതൽ നേടിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയും ഡിമാൻഡ് ചെയ്യുകയും ചെയ്യുന്ന മനുഷ്യനിൽ നിന്ന് ചിലതെല്ലാം ആവശ്യപ്പെടുന്നൊരു കഠിന മനുഷ്യനായിട്ടാണ് യജമാനെ ഈ ദാസൻ കണ്ടത്. വിതയ്ക്കാതെ കൊയ്യാൻ വരികയും വിതറാതെ ചേർക്കാൻ വരികയും ചെയ്യുന്ന ഒരു കഠിന മനുഷ്യനായിട്ട് യജമാനെ ഈ ദാസൻ കണ്ടുപോയി. സ്നേഹമായിട്ട് കണ്ടില്ല. അവനെ പല പല കാര്യങ്ങൾ പറയാൻ കാണും. ഒരാൾക്ക് 5 കൊടുത്തില്ലേ, എനിക്കൊന്നല്ലേ തന്നുള്ളൂ. പിന്നൊരാൾക്ക് 2 കൊടുത്തില്ലേ, എനിക്കൊന്നല്ലേ തന്നുള്ളൂ. നീ ഒരു കഠിന മനുഷ്യനാണ്. നിനക്കെപ്പോഴും ചില മുഖപക്ഷമൊക്കെ ഉണ്ട്. ചിലപ്പോഴൊക്കെ നിനക്ക് ചില മുൻവിധികളൊക്കെ ഉണ്ട്. ദൈവം സ്നേഹമാണെന്നൊക്കെ അവരൊക്കെ പറയും. പക്ഷേ എനിക്ക് ദൈവം സ്നേഹമല്ല, എങ്കിൽ എനിക്ക് തരുമായിരുന്നില്ലേ? ഇതെല്ലാം ആ വാക്കുകളുടെ ഉള്ളിൽ അങ്ങനെ ഉപഗൂഹനം ചെയ്യപ്പെട്ട് കിടപ്പുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ദൈവത്തെ കഠിനനായി കാണരുത്. നമ്മിൽ നിന്ന് എന്തെല്ലാമോ പ്രതീക്ഷിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്ന
ഒരു ക്രൂരനായിട്ടോ കഠിനായിട്ടോ നാം കണ്ടാൽ നമ്മുടെ ജീവിതം അപകടകരമായി പോകും. ദൈവത്തെ നാം എങ്ങനെയാണ് കാണേണ്ടത്? ദൈവം സ്നേഹമാണ്. അവിടുന്ന് തരുന്നതെല്ലാം സ്നേഹത്തിൻ്റെ നിദർശനമാണ്, സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. ദൈവത്തിന് സ്നേഹിക്കാനേ കഴിയൂ. കാരുണ്യവാനായ ദൈവം അവനവൻ്റെ പ്രാപ്തി കണ്ടിട്ട് അവരവർക്ക് അവരവരുടെ പ്രാപ്തി നോക്കിയിട്ട് കൊടുക്കുന്നവനാണ്, മുഖപക്ഷമില്ലാത്തവനാണ്. ദൈവം സ്നേഹമാണ്. ഇവൻ ആ സ്നേഹത്തെ തിരിച്ചറിയാതെ ദൈവത്തെ ക്രൂരനായി കണ്ടു. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ അവൻ മദ്യപാനം ചെയ്തതായി കാണുന്നില്ല, അവൻ വ്യഭിചാര ദോഷത്തിൽപ്പെട്ടതായി കാണുന്നില്ല, അവൻ മോഷ്ടിക്കുകയോ കൊലപാതകം ചെയ്യുകയോ ചെയ്തതായിട്ട് നാം കാണുന്നില്ല, അവൻ്റെ കവർച്ചക്കാരനോ കൊള്ളക്കാരനോ ആകുന്നില്ല. പക്ഷേ അവന് ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വികലമായി പോയി. ദൈവം ക്രൂരൻ, ദൈവം കഠിനൻ. എന്നോടെന്താണ് ഇങ്ങനെ ചെയ്തത്? എനിക്കിതല്ലേ തന്നുള്ളൂ, എനിക്കെന്താണ് ഇങ്ങനെ ഒരു തിരിച്ചുവേദം കാണിച്ചത്? അവൻ്റെ ഉള്ളിൽ ദൈവത്തോട് പരിഭവം. സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കുമോ? എനിക്കെന്താണ് ഈ രോഗം വന്നത്? എനിക്കെന്താണ് ഈ പ്രായത്തിൽ ഈ ആപത്ത് വന്നത്? എനിക്കെന്താണ് വേണ്ടത്ര വിദ്യാഭ്യാസം കിട്ടാത്തത്? എനിക്കെന്താണ് ശരീരത്തിൽ വേണ്ടത്ര സൗന്ദര്യമില്ലാത്തത്? എനിക്കെന്താണ് വേണ്ട ജീവിത സൗകര്യങ്ങളില്ലാത്തത്, സാഹചര്യങ്ങളില്ലാത്തത്? എൻ്റെ അപ്പൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ മദ്യപനായി പോയത്? എൻ്റെ അമ്മ എന്തുകൊണ്ടാണ് ഈ ഒരു തീരാരോഗിയായി തീർന്നത്? എനിക്കെന്തുകൊണ്ടാണ് ചെറുപ്രായത്തിൽ തന്നെ ഒറ്റപ്പെട്ട അനുഭവം വന്നുപോയത്? എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്നെ വിട്ടു പോയത് എന്താണ്? എൻ്റെ ഭാര്യ നേരത്തെ അക്കരയ്ക്ക് പോയത് എന്താണ്? ദൈവമേ, നീ എൻ്റെ കാര്യം നോക്കാഞ്ഞത് എന്താണ്? ഇത്ര വലിയ ദുരിതം വരാൻ തക്കവണ്ണം ഞാൻ വലിയ മഹാഭാവമൊന്നും ചെയ്തില്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ ചില ഡിമാൻഡുകളുണ്ട്, ദൈവത്തോട് ചില ചോദ്യങ്ങളുണ്ട്, ദൈവത്തോട് ചില പരിഭവങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് പരിഭവിക്കല്ലേ. മകനെ, നിനക്ക് അറിഞ്ഞുകൂടാ എന്താണ് ദൈവം ചെയ്തതിൻ്റെ അർത്ഥമെന്ന്? നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളുടെ അർത്ഥം എന്താണെന്ന് നിനക്കിപ്പോൾ മനസ്സിലാകുന്നില്ല, നിന്റെ ഈ ചെറിയ ബുദ്ധിയിൽ ഒതുങ്ങുന്നില്ല. എങ്കിലും വിശ്വസിക്കൂ, ദൈവം സ്നേഹമാണ്. അവൻ നന്മയെ ചെയ്യുകയുള്ളൂ. എന്ത് തിന്മ വന്നാലും അത് നന്മയ്ക്കാക്കി മാറ്റാൻ ഈ ദൈവത്തിന് കഴിയും. എന്തോ ഒരു കെടുതി വന്നാലും, എന്ത് യാതനയും വേദനയും വന്നാലും, എന്ത് കഠോര ദുരിതം വന്നാലും എല്ലാം നന്മയ്ക്കാക്കി മാറ്റി നിന്നെ തനി തങ്കമാക്കി രൂപാന്തരപ്പെടുത്തി സ്വർഗരാജ്യത്തിന് കൊള്ളാവുന്നവനാക്കാനുള്ള ദൈവീകധ്വാനത്തിൻ്റെ പരിണത ഫലമാണ് നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ നീ മനസ്സിലാക്കൂ. പ്രിയപ്പെട്ടവനെ, നിന്റെ ജീവിതത്തിലെ ദുരിതങ്ങളെ കണ്ട് നീ പരിഭവിക്കരുത്. നിന്റെ ജീവിതത്തിൽ വരുന്നതായ പ്രയാസങ്ങൾ കണ്ട് ദൈവം ക്രൂരനെന്ന് പറയരുത്, ദൈവം കഠിനെന്ന് പറയരുത്. വിതയ്ക്കാത്തോടുന്ന് കൊയ്യുകയും വിതറാത്തോടുന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് ഞാൻ അറിഞ്ഞു. എൻ്റെ ദ്രവ്യം ഞാൻ മറച്ചു വെച്ചു, ഇതാ നിൻ്റേതെടുത്തു പോവുക. അവൻ കൊടുത്തു. യജമാനൻ പറഞ്ഞു, ദുഷ്ടദാസനെ, അങ്ങനെയാണ് പറഞ്ഞത്, ദുഷ്ടദാസനെ, ദുഷ്ടനും മടിയനുമായ ദാസനെ, ഞാൻ വിതയ്ക്കാത്തോടുന്ന് കൊയ്യുകയും വിതറാത്തോടുന്ന് ചേർക്കുകയും ചെയ്യുന്നവനെന്ന് നീ അറിഞ്ഞുവല്ലോ. നീ എൻ്റെ ദ്രവ്യം പൊൻവാണിഭക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു. എന്നാൽ ഞാൻ വന്ന് എൻ്റേത് പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു. ആ താലന്ത് അവൻ്റെ പക്കൽ നിന്ന് എടുത്ത് 10 താലന്തുള്ളവന് കൊടുപ്പീൻ. അങ്ങനെ ഉള്ളവനെ അവന് ലഭിക്കും, അവന് സമൃദ്ധിയും ഉണ്ടാകും. ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയും. എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവീൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. കൊള്ളരുതാത്ത ദാസൻ, ദുഷ്ടനും മടിയനുമായ ദാസൻ എന്നെല്ലാമാണ് അവനെ യജമാനൻ വിളിക്കുന്നത്. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, ഞാൻ വിനയപൂർവ്വം അപേക്ഷിക്കട്ടെ, നിത്യതയിലേക്ക് ചെല്ലുമ്പോൾ കൊള്ളരുതാത്ത ദാസൻ എന്നുള്ള വിളി കേൾക്കാൻ എനിക്കോ നിങ്ങൾക്കാർക്കുമോ ഇടവരല്ലേ എന്ന് ഞാൻ ആശിക്കുകയാണ്. നിത്യതയിലേക്ക് ചെല്ലുമ്പോൾ, നിത്യന്യായാധിപതിയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ ദുഷ്ടനും മടിയനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കാൻ നമുക്കാർക്ക് ഇടവരരുതേ. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള ഇമ്പനാദം കേൾപ്പാൻ നമുക്ക് കഴിയണം. ഈ ലോക ജീവിതം താൽക്കാലികമല്ലേ? ഈ ലോക ജീവിതം ക്ഷണികമല്ലേ? ഈ ലോക ജീവിതം നശ്വരമല്ലേ? ഈ ലോക ജീവിതത്തിൽ ഒരു നാൾ നാം കടന്നു പോകണ്ടേ? കടന്നു ചെല്ലുമ്പോൾ പ്രശംസയോടെ, പ്രത്യാശയോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ, മുഖശോഭയോടെ ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ പകരും, ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ ഇറങ്ങും. ദൈവം നമ്മോട് പറയും, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, അധികത്തിന് ഞാൻ നിന്നെ വിചാരകനാക്കും. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. യജമാനന്റെ സന്തോഷമുണ്ട് പ്രിയരെ. ഇതുവരെ നിങ്ങളത് പ്രാപിച്ചിട്ടില്ലേ? യജമാനന്റെ സന്തോഷമുണ്ട്. യജമാനന്റെ സന്തോഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണം.
യജമാനന്റെ സന്തോഷത്തിന്റെ സ്വർഗീയ സൗഭാഗ്യം നമുക്ക് നേടിയെടുക്കണം. യജമാനന്റെ സന്തോഷത്തിന്റെ സ്വർഗീയ പരദീസായുടെ ആനന്ദമോഹനമായ സൗഭാഗ്യശ്രീ നമുക്ക് സ്വായത്തമാക്കണം. നമുക്ക് നമ്മുടെ നാഥന്റെ അരികിലേക്ക് പറന്നു ചെല്ലണം. അവിടുത്തെ പാദം ഒത്തണം. ആ ആണിപ്പാടുള്ള പാദം ഒത്തിക്കൊണ്ട്, എൻ്റെ നാഥ, ഈ ഭൂമിയിൽ വെച്ച് എൻ്റെ പാപങ്ങളെല്ലാം നീ കഴുകി തന്നല്ലോ, നിത്യശിക്ഷ എനിക്ക് ഒഴിവാക്കി തന്നല്ലോ എന്ന് പറഞ്ഞ് സ്തുതിച്ചുകൊണ്ട്, എപ്പോഴും ദൈവത്തിന് മഹത്വം കരയറ്റിക്കൊണ്ട് അവൻ്റെ പാദത്തിൽ നമുക്ക് വീഴണം. അവൻ്റെ തിരുമുറിവുകളെ നമുക്ക് ചുംബിക്കണം. അവൻ്റെ പാദം കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തുകൊണ്ട് അവൻ്റെ പാദത്തിൽ തന്നെ വീണ് കിടക്കണം. അവനെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് അനന്തകാലം മേൽപ്പെട്ട ഉയരങ്ങൾ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്നത് പോലെ സ്തുതിച്ചുകൊണ്ട് സ്വർഗീയ സന്നിധാനത്തിൽ നമുക്ക് കഴിയണം. അതിന് നമുക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനേ, കാരുണ്യവാനേ, ഈ നല്ല സമയത്തിനായി ഞങ്ങളിതിനെ സ്തുതിക്കുന്നു. ജീവന്റെ വചനം ഞങ്ങൾ കേൾപ്പിച്ചതിനായി ഞങ്ങളിതിനെ സ്തുതിക്കുന്നു. നിത്യ സൗഭാഗ്യത്തിലേക്ക് ഞങ്ങളെ ആനയിക്കുന്നതിനായി ഞങ്ങളിതിനെ സ്തുതിക്കുന്നു. നിത്യ സ്വർഗീയ സന്തോഷം ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് കരുതി വെച്ചിരിക്കുന്നതിനായി ഞങ്ങളിതിനെ സ്തുതിക്കുന്നു. അതിലേക്ക് വരുന്നതിന് ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറ്റണമെന്നും ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കണമെന്നും അവിടെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ വിശ്വസ്തയോടെ വിനിമയം ചെയ്യണമെന്നും ഞങ്ങളെ അറിയിച്ചതിനായി ഞങ്ങളിതിനെ സ്തുതിക്കുന്നു. ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരുടെയും മേൽ അവിടുത്തെ കൃപ ഇപ്പോൾ പകരണമേ. അവിടുത്തെ ജീവന്റെ ആത്മാവ് ഓരോരുത്തരുടെ ഹൃദയത്തിലേക്ക് പൊരിഞ്ഞ് ആവസിക്കണമേ. ഇപ്പോൾ സ്വർഗീയ പ്രാവിന്റെ ചെറിയ ശബ്ദം കേട്ടുകൊണ്ട് ഓരോരുത്തരും ആനന്ദ തുമ്പിലരായി ഇതിനെ വാഴ്ത്തുവാൻ ഇടയാക്കണമേ. രോഗങ്ങൾ മാറ്റണമേ, ശാപങ്ങൾ മാറ്റണമേ, പാപങ്ങൾ മാറ്റണമേ, ശിക്ഷാവിധി ഒഴിവാക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമീൻ.